Hello everyone, welcome to Nanan Academy. കമ്പനി ബോർഡ് LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട 25 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. മൂന്നാമത്തെ ചോദ്യം, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. നാലാമത്തെ ചോദ്യം, ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? ദത്താവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യ നാട്ടുരാജ്യം സത്താറ. അഞ്ചാമത്തെ ചോദ്യം, ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം? ഫസൽ അലി കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ HN കുൻസ്രു, സർദാർ KM പണിക്കർ. ആറാമത്തെ ചോദ്യം, ഫസൽ അലി കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? ഫസൽ അലി കമ്മീഷനിലെ മലയാളി അംഗം ആരായിരുന്നു? സർദാർ KM പണിക്കർ. ഏഴാമത്തെ ചോദ്യം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചതാരാണ്? സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് PC റോയ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് PC റോയ്. എട്ടാമത്തെ ചോദ്യം, മഹാത്മജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട വ്യക്തി. മഹാത്മജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി C രാജഗോപാലാചാരി. മഹാത്മജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി C രാജഗോപാലാചാരി. ഒൻപതാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് എന്തെല്ലാമാണ്? 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കരുതിയിരുന്നത് താമരയും ചപ്പാത്തിയും അല്ലെങ്കിൽ താമരയും റൊട്ടിയും എന്നൊക്കെ ഓപ്ഷനിൽ കാണാം. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കപ്പെടുന്നത് താമരയും ചപ്പാത്തിയും. പത്താമത്തെ ചോദ്യം, റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ഉത്തരം മണികർണിക. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക. 11ാമത്തെ ചോദ്യം, 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഉത്തരം ബഹദൂർ ഷാ സഫർ രണ്ടാമൻ. 1857 വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ സഫർ രണ്ടാമനെയാണ്. 12ാമത്തെ ചോദ്യം, കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? നാനാ സാഹിബ്. 1857 വിപ്ലവത്തിൽ
കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബായിരുന്നു. 13ാമത്തെ ചോദ്യം, ബീഹാറിൽ വിപ്ലവം നയിച്ചതാര്? 1857 വിപ്ലവത്തിൽ ബീഹാറിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ്. ബീഹാറിൽ ആരാ വിപ്ലവം നയിച്ചത്? കൻവർ സിംഗ്. 14ാമത്തെ ചോദ്യം, ലക്നൌവിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഉത്തരം ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. 15ാമത്തെ ചോദ്യം, ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി. ഝാൻസിയിൽ വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിബായി. ലക്നൌവിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവ കേന്ദ്രങ്ങളായിരുന്നു ഇതൊക്കെ. ബീഹാറിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ്. കാൺപൂരിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. 16ാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം വി ഡി സവർക്കർ. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി ഡി സവർക്കർ. 17ാമത്തെ ചോദ്യം, വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് റാണി ലക്ഷ്മിബായിയാണ്. റാണി ലക്ഷ്മിബായിയാണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത്. 18ാമത്തെ ചോദ്യം, സ്വരാജ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം? കൽക്കത്ത സമ്മേളനം. സ്വരാജ്യം ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? കൽക്കത്ത സമ്മേളനം. 19ാമത്തെ ചോദ്യം, ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം? 52 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. 20ാമത്തെ ചോദ്യം, ആത്മീയ സഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റായ്. ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റായ്. 21ാമത്തെ ചോദ്യം, ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ സ്ഥാപനം ഏത്? ആനി ബസന്റ് സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ സ്ഥാപനം തിയോസഫിക്കൽ സൊസൈറ്റി. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബസന്റ്. 22ാമത്തെ ചോദ്യം, ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദുർഗേശ നന്ദിനി എന്ന ചരിത്ര നോവൽ എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 23ാമത്തെ ചോദ്യം, ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിട്ടുള്ളത്? ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ബംഗാളി ഭാഷയിൽ. 24ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി? സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് ആര് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്? സുഭാഷ് ചന്ദ്രബോസ്. 25ാമത്തെ ചോദ്യം, ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത്? ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു.